നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് ഇന്ത്യ നേരിടാൻ സാധ്യതയുള്ള ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമായി റഷ്യ 95 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യാൻ ഒരുങ്ങുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഇറക്കുമതിക്ക് തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റഷ്യയുടെ ഈ നിർണായക സഹായ വാഗ്ദാനം. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഇന്ത്യയെ ഇത് സജ്ജമാക്കുകയും ചെയ്യും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി പാതയായ ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ കാരണം ഈ മേഖല ഭാഗികമായി അടച്ചത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം 40% ഈ പാതയിലൂടെയാണ് നടക്കുന്നത്. ഈ വിതരണ ശൃംഖലയിൽ നേരിട്ട തടസ്സങ്ങൾ രാജ്യത്ത് ആവശ്യത്തിന് എണ്ണ ശേഖരമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുകയും മറ്റ് ബദൽ മാർഗങ്ങൾ തേടാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കുകയും ചെയ്തിരുന്നു. നിലവിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരം ഏകദേശം 25 ദിവസത്തെ ആവശ്യത്തിന് മാത്രമേ തികയുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ, ദ്രവീകൃത പെട്രോളിയം വാതകം എന്നിവയുടെ ശേഖരവും പരിമിതമായ നിലയിലാണ്. ഈ നിർണായക സാഹചര്യത്തിലാണ് റഷ്യയുടെ സഹായം ഇന്ത്യക്ക് കരുത്താകുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ നിലവിലുണ്ടായിട്ടും സ്വന്തം ഊർജ്ജ സുരക്ഷയ്ക്ക് പരമപ്രധാനമായ പരിഗണന നൽകി റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനാണ് ഇന്ത്യയുടെ തീരുമാനം. റഷ്യയിൽ നിന്നുള്ള ഈ ക്രൂഡ് ഓയിൽ വിതരണം ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിലെ ഇന്ധന ലഭ്യതക്കുറവ് പരിഹരിക്കാൻ വലിയ തോതിൽ സഹായകമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. വരാനിരിക്കുന്ന ആഴ്ചകളിൽ റഷ്യൻ കപ്പലുകൾ ഇന്ത്യൻ തീരത്ത് എത്തുന്നതോടെ രാജ്യത്തെ ഇന്ധനക്ഷാമത്തിന് താൽക്കാലികമായൊരു ആശ്വാസം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ തീരത്തിനടുത്തുള്ള കപ്പലുകളിലുള്ള എണ്ണ അടുത്ത ആഴ്ചകളിൽ തന്നെ രാജ്യത്ത് എത്തുമെന്നും ഇത് രാജ്യത്തെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് വലിയ തോതിലുള്ള ആശ്വാസമാകുമെന്നും കരുതപ്പെടുന്നു. എണ്ണ ശുദ്ധീകരണശാലകൾക്ക് പ്രതിദിനം 56 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ സംസ്കരിക്കാനുള്ള ശേഷിയുള്ളതിനാൽ ഈ പുതിയ വിതരണം ഉൽപാദനം സുഗമമാക്കാൻ സഹായിക്കും. യുദ്ധ സാഹചര്യങ്ങൾ കാരണം ഇന്ധന വിതരണത്തിൽ തടസ്സങ്ങളുണ്ടായാൽ ഇന്ത്യയെ സഹായിക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്ന് റഷ്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ക്രൂഡ് ഓയിലിന് പുറമെ ദ്രാവക പ്രകൃതിവാതകത്തിന്റെ വിതരണത്തിലും റഷ്യയുമായി സഹകരിക്കാൻ ഇന്ത്യക്ക് അവസരം ലഭിച്ചേക്കും. ഖത്തറിൽ നിന്നുള്ള LNG വിതരണം നിലച്ച സാഹചര്യത്തിൽ ഗ്യാസ് വിതരണത്തിലും സഹകരിക്കാൻ റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ ഒരു അധിക സഹായകമാകും. ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ അസ്ഥിരതകൾക്കിടയിൽ റഷ്യയുമായുള്ള ഈ തന്ത്രപരമായ സഹകരണം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആഭ്യന്തര ഇന്ധന ലഭ്യത നിലനിർത്തുന്നതിനും നിർണായക പങ്ക് വഹിക്കും. അതേസമയം ഇറാൻ യുദ്ധങ്ങൾ ആഴ്ചകൾ നീണ്ടാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $90 മുകളിലെത്തിയേക്കാം എന്നും വിവരം വരുന്നുണ്ട്.